പ്രിയപ്പെട്ട നാട്ടുകാരെ, സമയം 9:30 ഇനിയിവിടെ സിദ്ദീഖ് അലിന്റെ പ്രസംഗവും അൻവർ മുള്ളമ്പാറിന്റെ പ്രസംഗമുണ്ട്. എനിക്ക് കുറെ പറയണമെന്നുണ്ടായി, ഇനിയിപ്പോ നേരമില്ലാത്തോണ്ട് പോയി അധികം പറയണില്ല. അങ്ങനല്ല, ഞാൻ പറഞ്ഞതുള്ളൂ, പറയാതെ ഞാൻ പറഞ്ഞേ പോവുള്ളൂ, അത് വേറെ വശം. ഇവിടെ ഇപ്പൊ ഇങ്ങനെ സംസു ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഉരുട്ടി വിട്ടി സംസു പച്ചിനാണ്ട് പറഞ്ഞത് ആ ഏപ്പിക്കാരെ വോട്ട് ദുനിയാവെന്ന് ഞമ്മക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് നിങ്ങൾ നിൽക്കണ്ട. എന്റെ വാപ്പ 987 സീരിയാജി, നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ പ്രിയങ്കരനായ എന്റെ വന്ദനായ പിതാവ് സീരിയാജി 987 കൊണ്ടോട്ടിയിൽ മത്സരിച്ചിരുന്നു. അന്ന് എല്ലാ പഞ്ചായത്തിലും AP ഒന്നുകാണ്ട് തന്നെയായിരുന്നു സീരിയക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, വഹാബ് സീരിയക്ക് പാടില്ല. അവിടെ 90% കൊണ്ടോട്ടി മണ്ഡലത്തിൽ സുന്നിയ. സീരിയാജി അന്ന് ആയിക്കോട്ടെ പാട്ട് പാടി 17,000 വോട്ടിനാണ് ജയിച്ചും പോയിന്. അന്ന് തുടങ്ങിയിരിക്കണം. പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു സംസുനെ ഉണ്ടായിട്ടുള്ളൂ. എന്നോട് കുഞ്ഞാരി സാഹിബ് ഇലക്ഷന്റെ 4 ദിവസം പറഞ്ഞു, ബഷീറ ശ്രദ്ധിച്ചോ, ആ AP-ക്കാര് അത് സാറിലാറിന്റെയാ, ഏതായാലും കിട്ടില്ലെന്ന് ഉറപ്പാ. പിന്നെ അപ്പൊ നമ്മളെ ആൾക്കാർ പറഞ്ഞിങ്ങനെ ദ്വാരക്കുണ്ടാണ് മൂപ്പര ദുഃഖ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞേ പഠിച്ചോ കേൾക്കുള്ളൂ, മൂപ്പരോട് കേൾക്കില്ലാന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. അറിയങ്ങള് പിന്നെ ഇവരെന്നെ നമുക്ക് നമ്മക്കൊരു താരാണ്ട് AP-ന്റെ വോട്ട് എന്നെങ്കിലും നമുക്ക് കിട്ടിയില്ലോ, അത് ഇങ്ങനെ കണക്കൂട്ടാൻ നിൽക്കണം, അത് ഇങ്ങനെ വെട്ടിക്കാണ്ടി ബാക്കിയിലാണ്ട് ആലോചിച്ചാൽ മതി, എന്നാ തന്നെ നടക്കുള്ളൂ. പിന്നെ ഞമ്മക്കൊരു താരാണ്ട് വെറുതെ ഒരു അമ്മായി കൂടിയാവും, അത് ആകണ്ട, ഓരോ നമ്മളെ ശത്രുവാണെന്നാണ് കണക്കാക്കിയാൽ മതി, ബാക്കിയിലാണ് അവനാരും ഒപ്പലോരുണ്ടാവും. പണ്ട് വാപ്പ കുട്ടിയമ്മോടി സാഹിബ് ഇങ്ങനെ മറ്റേ ഇവിടെ പ്രസംഗിക്കണമെന്ന് ജമാഅത്താരെ വോട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി, മൂല്യം കണക്കാക്കും ഒരു സംശയം അന്ന്. അപ്പൊ വാപ്പ കുട്ടിയമ്മോട് അനക്കിട്ട കാറ്റ് ഞാനൊന്നും എഴുതി കൊടുക്കും കേട്ടോ. അതിന് വാപ്പാട് പ്രസംഗിച്ച് ആ ഇക്കുമ്പത്തേലായിക്കാരെ ഞങ്ങളെ വോട്ടിക്ക് വേണ്ടാണ് 94. അപ്പൊ കുട്ടിയമ്മോണ്ടാവും അത് പോയ ആ മുജാഹിദിന്റെ സുന്നിന്റെ വോട്ടിട്ട് ഓന്റെ 2000 വോട്ടിന് വേണ്ടിക്കാണ് ഞാൻ അതിങ്ങനെ ഐറ്റങ്ങളെ ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ. AP അറിഞ്ഞാൽ വലിയൊരു കോത്താമ്പി അയച്ചുകൾ നമ്മൾ നിൽക്കൊന്നും വേണ്ട. പിന്നെ അതിനാണ് പറയണ്ടേ. ഞാൻ അസംബ്ലി പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ജലീലിനെ നമ്മൾ TV ഇബ്രാഹിം കൊണ്ടോട്ടിയിലെ പ്രിയങ്കരനായ നമ്മുടെ MLA TV ഇബ്രാഹിം സാഹിബ് അദ്ദേഹം ഒരു ഡിമാൻഡിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഈ മുസ്ലിങ്ങൾക്ക് പോലീസിന് താടി വെക്കാൻ അനുവാദം കൊടുക്കണമെന്നാണ്. താടി വെക്കാൻ അനുവാദം അത് ചർച്ചയിൽ പറഞ്ഞതാ. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പായേക്കാണ്. അതിന് മെറ്റോട് തുടങ്ങിയില്ലേ ജലീൽ. ഈ ചെലവിലുണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ രാജാവിനെക്കാളും വലിയ രാജഭക്തി അങ്ങോട്ട് കാണിക്കും. ഓണ്ട് അനങ്ങാട് പറയും, ആണെങ്കിൽ എടുക്കല് CH അവിടെ കിടക്കുന്നത്, ജലീൽ അവിടെ കിടക്കുന്നത് CH. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു CH-ന് താടി ഉണ്ടോ ഇല്ലോ, കുഞ്ഞാലി സാഹിബിന്റെ താടി ഉണ്ടോ, ലീഗിൽ MLA-മാർക്ക് എത്ര താടിയുണ്ട് ഒക്കെ പറഞ്ഞിട്ടാണോ തുടങ്ങി. പിന്നെ പിറ്റേന്ന് വല്ല പ്രസംഗം എന്റേതാ. ഞാനിപ്പോ ഇവലൊക്കെ അങ്ങനെ പറയണ്ട അറിയും, എനിക്ക് പിന്നെ എനിക്ക് ആ ബെല്ലും ബ്രേക്കില്ല, അത് ആ പറച്ചിലാണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നടക്കൂലല്ലോ. ഞാൻ ചോദിച്ചു ഗോഡ് ഫാദറിന് താടിണ്ടോ ചോദിച്ചു. ഓൺ ഫാദറിന് താടിണ്ടല്ലോ, ഗോഡ് ഫാദറിന് ഓൺ ഫാദറാണ് ഓരോ ആപ്പ, സ്വന്തം വാപ്പ. അതിന് എന്നോട് ചോദിച്ചു, ഞാൻ ഓൺ ഫാദർ ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പോ അതിന് മറ്റൊരു ചോദിച്ചു ആരാണ് ചോദിച്ചു, വാപ്പാണ്. അപ്പോ അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു ഫാദറിന്റെ മലയാളം വാപ്പ, ഞങ്ങൾ വാപ്പ അറിയും, മറ്റൊരു അച്ഛൻ എന്ന് പറയും, മറ്റൊരു പപ്പ എന്ന് പറയും, ഞാൻ എന്താ കാട്ടണമെന്ന് ചോദിച്ചു. പിന്നെ ഗോഡ് ഫാദർ നമ്മളെ മറ്റേ AP, വേറെന്താ അയാൾക്ക് താടിയില്ല, വേറെന്താ പറയാനോ ചോദിച്ചു. ഇത് രണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ പിന്നെ നിങ്ങൾ കേട്ടിക്കണം. പിന്നെ ഒരു കുട്ടി അവിടുന്ന് മൂക്കിലെ ചൂളം കണ്ടു വിട്ടിട്ടില്ല. കാരണം നമ്മളെ പറയാം ഇവർക്ക് അനങ്ങി അങ്ങനെ നമ്മളെ കയറി, നമ്മളത് മർമ്മത്തെ കയറിക്കാണ്ട് ഇവർക്ക് കൊടുത്തിട്ടില്ല. കാരണം നമ്മളിങ്ങനെ അമ്മായിക്കൂടി ആയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളിപ്പോണ്ടല്ലേ ഈ AP-ക്കാരാണ്, നിങ്ങൾ ഈ AP-ക്കാർ പ്രശ്നം ഉണ്ടാവും, ഒന്ന് ഉഷാറായിട്ടൊന്ന് നേരിട്ടാൽ മതി, ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെങ്ങനെ നേരിടാക്കൂടെ ഈ പ്രശ്നം? ഇത് ഞാൻ കേൾക്കട്ടെ, ഈ പ്രശ്നം ഈ അധികാരവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അധികാരം ഇല്ലെങ്കിൽ നിങ്ങൾ യാതൊരു ബേജാറുണ്ട. നമ്മളൊരു 10-18 അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിച്ചിട്ട്? നമ്മളൊരു ശക്തിയല്ലേ. നമ്മള് ന്യായക്കേടൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ന്യായം ഉണ്ടെങ്കിൽ നമ്മളൊരു കുറേശ്ശിനും പേടിച്ചണ്ട. എല്ലാരും പരശ വരിയിലാണ് നിർത്തുക. അസംബ്ലിയിൽ ഞങ്ങൾ പോയിക്കോട്ടെ. ബാക്കി ഇനിയിപ്പോ കുട്ടികൾ എന്തെങ്കിലും പെട്ടാലേ ഇങ്ങളെ കൂടെ ഞങ്ങളുണ്ടോ, ഇങ്ങളെ കൂടെ ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരാ. ഞങ്ങൾക്കറിയില്ല ഇത് ഒരു പ്രതിസന്ധി വന്ന ഞങ്ങളെ കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ബേജാറൊന്നും വേണ്ട. ഇനിയിപ്പോ ഭരണാട് മാറിക്കിടിയാച്ചിക്കിടും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ, അത് പണ്ടത്തെ പാർട്ടി ഒന്നല്ല, അത് ആ ബാർബർ ഷാപ്പിലെ കല്ല് പോലെ ഇങ്ങനെ തേഞ്ഞു പോണ ഒരു പാർട്ടിയാ. നിങ്ങൾ ആലോചിക്കുക, ബംഗാളില് 38 കൊല്ലം ബംഗാള് ഭരിച്ചിട്ട് അവിടെ പാർട്ടി സ്ഥിതി ആ ഒരു പെണ്ണിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് അവസാനം 45 കൊല്ലം കോൺഗ്രസിന്റെ സീറ്റാണ് കാണും. പിന്നെ കോൺഗ്രസ് സഖ്യത്തിന് പോയത്. എടാ അവർക്ക് എത്ര പാർലമെന്റ് എത്ര സീറ്റല്ലത്? 2. നമുക്ക് ഇന്ത്യ പാർലമെന്റ് എത്ര ഉള്ളത്? മലപ്പുറത്തുനിന്ന് 2 അല്ലേ? നമുക്ക് തമിഴ്നാട്ടിൽ 1, മാർക്സിസ്റ്റ് പാർട്ടിക്കോ 0. അവിടെ അസംബ്ലിയിൽ കാണണമെങ്കിൽ നമ്മൾ വാസപ്പെട്ടെടുക്കണം. നിങ്ങളത് ഈ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ വലിയൊരു ഇതൊന്നുമില്ല. ഇവിടെ നമ്മളെ മുന്നണിയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുണ്ടായത് കൊണ്ട് നമുക്ക് കുറച്ച് ക്ഷീണം പറ്റിയത് കൊണ്ട് അവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മളതിനങ്ങനെ പേടിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഈ ഗവൺമെന്റ് ഒന്നല്ലോ, ഈ ഗവൺമെന്റ് എന്നിട്ട് എന്തൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. സാധനങ്ങളുടെ വില എങ്ങനെ 5 കൊല്ലത്ത് വിലക്കയറ്റം തന്നെ ഉണ്ടാവില്ല അറിഞ്ഞിന്. ഇപ്പൊ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ കാലത്ത് ഇവിടെ അബ്ദുറബ് സാഹിബ് പറഞ്ഞാൽ റോഡ് വെച്ചാൽ റോഡ്, പാലം ചോദിച്ചാൽ റോഡ്, ഐമാക്സ് ആണ് ഐമാക്സ്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒരു സംഗതി നടക്കൂല. നമ്മുടെ കാലത്ത് ആരെങ്കിലും നമ്മുടെ അധികാരത്തിൽ നിന്ന് എല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെ വീർക്കേനി. ഇപ്പൊ എന്താ ആർക്കൊന്നുമില്ലല്ലോ. ഇപ്പൊ UAP ഒക്കെ മൊത്തമുണ്ടല്ലോ, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ആരും ഉണ്ടല്ലോ. അന്ന് എല്ലാ മൂല്യന്മാരും നമ്മളെ കുറ്റം പറഞ്ഞിന്. ഇപ്പൊ ലീഗ് അഭിപ്രായം പറയണം. എന്നാ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ, ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ കാര്യത്തിന് ഈ ലീഗല്ലാതെ ഒരു വാപ്പാനങ്ങൾ കിട്ടൂല. നിങ്ങൾ ആലോചിച്ചോണ്ട് നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോ ഈ അപ്പുറത്തിരിക്കുന്ന AP കുടുങ്ങിയാലും നമ്മളെ അവസാനം സഹായിക്കേണ്ടി വരും. അറിയങ്ങള് വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങളാണ് പറയല്ലേ, ആരങ്ങളെപ്പെട്ടാണ്. ഇപ്പൊ UAP ചുമത്താൻ പോയി ഇപ്പം നമ്മുടെ മറ്റേ അക്ബറിന് MM അക്ബറിന് UAP ചുമത്താനാ പോയത്. അറിയങ്ങള് എവിടുക്കാന്നിട്ടൊക്കെ പോക്ക്. നമ്മളിങ്ങനെ ഭിന്നിച്ചെന്നാലുണ്ടല്ലോ മറ്റേതുണ്ടാവും. അപ്പുറത്താണെങ്കിൽ അതിനേക്കാളും വലിയ കാട്ടുകള്ളനാ നരേന്ദ്രമോദി.